വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലികം എന്ന സെഷൻ തുടരുന്നു. മതേതര ഇന്ത്യ എന്ന കാലിക പ്രസക്തമായ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ നവാസ് നിസാർ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കാലികം എന്ന ഈ സെഷനിൽ ഞാൻ എത്താൻ വൈകിയത് സത്യത്തിൽ നിങ്ങൾക്ക് ഗുണമായി. കാരണം കാലികം സെഷനിൽ കാലികത്തേക്കാൾ പ്രാധാന്യമുള്ള സാർവത്രിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പ്രഗത്ഭനായ നാസർ ഫൈസി ഉസ്താദ് നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വൈകി വരുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന ഉസ്താദന്മാരെ, സമസ്തയുടെയും സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതിനിധികളായ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ SYSന്റെ നേതാവായിരുന്ന, ജീവിതകാലം മുഴുവൻ SYSന്റെ നട്ടെല്ലായിരുന്ന, മരണാനന്തരവും SYS പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവുമായി നിലനിൽക്കുന്ന പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളെ ഞാൻ നന്ദിപൂർവം ഓർക്കുകയാണ്. ഉമർ അലി ശിഹാബ് തങ്ങളെ കാണിച്ചു തന്ന ഉമർ അലി ശിഹാബ് തങ്ങൾ കാണിച്ചു തന്ന ചിന്താ പ്രവർത്തന രീതിയിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. SYSന്റെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് വെറും ഒരു ശക്തി പ്രകടനത്തിനല്ല. അങ്ങനെ ശക്തി പ്രകടനം നടത്തേണ്ട ഒരു ഗതികേടൊന്നും SYSനില്ല. ഈ 60-ാം വാർഷികം നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയ്ക്കും അതിനപ്പുറം സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഗുണകരമായ, സൃഷ്ടിപരമായ, അനുരോധാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്വയം സമർപ്പിക്കാൻ ഉപയോഗിക്കണം. മാത്രമല്ല, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ അത് എൻ്റേതാണെങ്കിലും മറ്റാരുടേതാണെങ്കിലും ഒരു വിഷയാവതരണം കൊണ്ടോ ഒരു കൂട്ടം വിഷയാവതരണങ്ങൾ കൊണ്ടോ ഒരു രാത്രി പകൽ കൊണ്ട് മാറ്റിമറിക്കാവുന്നതല്ല നമ്മുടെ ലോകജീവിതം. അതുകൊണ്ട് നിരന്തരമായ ഒരു ചിന്താധൈഷണിക ഇടപെടൽ നമ്മുടെ അടുത്ത് നിന്നുണ്ടാവണം. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മതേതര ഇന്ത്യ എന്ന വിഷയമാണ് എനിക്ക് തന്നിരിക്കുന്നത്.
ഞാൻ മുമ്പേതോ വേദിയിൽ പരാമർശിച്ചതുപോലെ ഒരു പുൽമൈതാനം തന്നിട്ട് അതിൽ കളിച്ചോളൂ എന്ന് പറയുന്നത് പോലെയാണ് ഒരു വലിയൊരു വേദി തന്നിട്ട് മതേതര ഇന്ത്യ എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് സംസാരിക്കൂ എന്ന് പറയുന്നു. അതിൽ ഏത് രീതിയിൽ പറയണം എന്ന് പൂർണ്ണമായും സംഘാടകര് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, എന്നെ ഉത്തരവാദപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മതേതര ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾക്കപ്പുറമുള്ള നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ എന്നെനിക്ക് തോന്നിയവ പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 10 മിനിറ്റ് വീതമെടുത്ത് ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട 3-4 വശങ്ങൾ ഞാൻ അവതരിപ്പിച്ച് നിർത്തുകയാണ്. ഈ വേദിക്ക് മുമ്പ് മതേതര ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ മനോഹരമായും ബുദ്ധിപരമായും ഒട്ടും തന്നെ അമിതാവേശവും അസഹിഷ്ണുതയും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു വ്യക്തി അഥവാ അബ്ദുസമദ് പൂക്കോട്ടൂർ ഉസ്താദ് ഈ വേദിയിലുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയേറെ ധൈര്യം പകരുന്നുണ്ട്. മതേതര ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിൽ ഓർമ്മിക്കുന്ന, നമ്മുടെ മനസ്സിൽ ഓടിവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മതേതര ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നാം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, നമ്മൾ ഓർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിജെപിയെ എതിർക്കണം. ബിജെപിയെ എതിർക്കുന്നവരൊക്കെ മതേതരവാദികൾ. മുസ്ലിങ്ങളെ അനുകൂലിക്കാത്തവർ വർഗീയവാദികൾ. ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നവർ വർഗീയവാദികൾ. അങ്ങനെ പല രീതി നമ്മുടെ സൗകര്യപൂർവം നാം കാണുന്ന ഒരു രാഷ്ട്രീയ ഐഡിയയായി, ആശയമായി മതേതരത്വം മാറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് മതേതര ഇന്ത്യ അല്ലെ മതേതരത്വം എന്ന ആശയം പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മതനിരാകരണത്തിനപ്പുറം, മതങ്ങളുടെ തിരസ്കരണത്തിന് അപ്പുറം മതസഹിഷ്ണുതയിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക മനോഭാവമാണ് മതേതരത്വം. മതസഹിഷ്ണുതയിലും മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു ശീലവും മനോഭാവവുമാണ് മതേതരത്വം. ഒരു രാജ്യത്തിന്, ഒരു ഗവൺമെന്റിന്, ഒരു ഭരണകൂടത്തിന് ആ ഭരണകൂടം ജനങ്ങളോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമല്ല മതേതരത്വം. മതേതരത്വം എന്ന് പറയുന്നത് അതിന്റെ വിശാല അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ മൂല്യമോ അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമോ മാത്രം അല്ല. അത് വ്യക്തികൾ പാലിക്കേണ്ട, വ്യക്തികളുടെ കൂട്ടങ്ങൾ പരസ്പരം പാലിക്കേണ്ട ഒരു ശീലവും മനോഭാവവുമാണ്. അതൊരു സാമൂഹിക ശീലമാവണം. അങ്ങനെ അല്ലാത്തടത്ത് ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള, മതവിഭാഗങ്ങളും ഭരണകൂടങ്ങളും തമ്മിലുള്ള, മതവിശ്വാസികളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗുണമേന്മയും സ്വഭാവവും നിശ്ചയിക്കുന്ന ഒരു മൂല്യം മാത്രമാണ് മതേതരത്വം എന്ന് വിശ്വസിച്ചാൽ അത് മതേതരത്വത്തെ പകുതി മനസ്സിലാക്കലേ ആവുകയുള്ളൂ. 2 രീതിയിലാണ് അക്കാഡമിക് തലത്തിൽ മതേതരത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന്, മതങ്ങളെ വ്യക്തിജീവിതത്തിലേക്ക് പിന്തള്ളുക. പൊതുജീവിതത്തിൽ, പൊതുരംഗത്ത് മതങ്ങളുടെ സാമൂഹിക പ്രാധാന്യത്തെ, രാഷ്ട്രീയ പ്രാധാന്യത്തെ അവഗണിക്കുക, നിരുത്സാഹപ്പെടുത്തുക, തിരസ്കരിക്കുക, വേണ്ടിവന്നാൽ തമസ്കരിക്കുക. ഇതിനെ നമ്മൾ ഫ്രഞ്ച് സെക്യുലറിസം എന്ന് പറയും.
ഈ അടുത്തായി നിങ്ങൾ പലപ്പോഴായി കണ്ടിട്ടുണ്ടാകും, നന്നായി പത്രം വായിക്കുന്നവരാണ് എല്ലാവരും, ഫ്രാൻസിൽ നടന്ന തലപ്പാവ് വിവാദം, താടി വിവാദം, പർദ വിവാദം. അവിടെ മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും പൊതുവിൽ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. കാരണം ഫ്രാൻസുകാർ സ്വീകരിച്ച മതേതരത്വം എന്ന് പറയുന്നത് അത് മതനിരാകരണത്തിന്റെ മതേതരത്വമാണ്. ഒരു പരിധിവരെ അതേ മതേതരത്വം പൊതുജീവിതത്തിൽ നിന്നും വ്യക്തിജീവിതത്തിൽ നിന്നും മതങ്ങളെ തിരസ്കരിച്ച് നിരാകരിക്കുന്ന ഒരു പ്രതിലോമ മതേതരത്വമാണ് ലോകമാസകലം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിയും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിലോമകരമായ ഒരു മതേതരത്വമുണ്ട്. അത് മതനിരാകരണത്തിന്റെയും മതതിരസ്കരണത്തിന്റെയും മതതമസ്കരണത്തിന്റെയുമാണ്. ഇനി രണ്ടാമത്തെ മതേതരത്വം എന്താണ്? സാധാരണഗതിയിൽ അമേരിക്കൻ മതേതരത്വം എന്നറിയപ്പെടുന്ന മതേതരത്വം, അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കാണിച്ച മതേതരത്വമല്ല. അമേരിക്ക അവരുടെ നാട്ടിൽ അവിടെ രാഷ്ട്രീയ നിയമങ്ങളോടുകൂടെ അവിടുത്തെ ജനങ്ങളോട് അവർ കാണിക്കുന്ന മതേതരത്വം. എല്ലാ മതങ്ങൾക്കും പൊതുജീവിതത്തിൽ സജീവമായും സചേതനമായും പ്രവർത്തിക്കാനും ഇടപെടാനും പ്രചരിക്കാനുമുള്ള അവകാശം, ആ അവകാശത്തിന് തുല്യ ബഹുമാനം, തുല്യ പരിഗണന, തുല്യ സംരക്ഷണം, അതാണ് മതസഹിഷ്ണുതയുടെ മതേതരത്വം, മതസ്വീകാര്യതയുടെ മതേതരത്വം. സ്കൂളുകളിൽ, സർക്കാർ ഫണ്ട് സ്വീകരിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് അവരവരുടെ മതം അനുസരിച്ച് പ്രവർത്തിക്കാനും ആരാധനകൾ നടത്താനുമുള്ള അവകാശത്തിന് പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമം നടപ്പാക്കിയിട്ടുള്ള രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ. അതുപോലെ ആ മതേതരത്വ രീതി സ്വീകരിച്ച ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ഇന്ത്യ സ്വീകരിച്ചത് ആ മതേതരത്വമാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസികളുള്ളത് ഇന്ത്യയിലാണ്. മതത്തെ ഗൗരവത്തിൽ കാണുന്ന ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സർവേ പ്രകാരം ഇന്ത്യയിലെ ഈ 92% ആളുകൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവവിശ്വാസികളാണ്. ചെറുതും വലുതുമായ അംഗസംഖ്യ കൂടുതലും കുറവുമുള്ള പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു സാമൂഹിക ശാസ്ത്രത്തിനും ഇന്ത്യയിൽ നിലനിൽപ്പില്ല, പ്രസക്തി നഷ്ടപ്പെടും. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകൾ ഇന്നും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യയിലെ മതാധിഷ്ഠിത സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർ ശ്രമിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ ആശയ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യ, ഇനി എന്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇന്ത്യ എങ്ങനെ മതേതരമായി, എന്തുകൊണ്ട് മതേതരമായി? ഇതിൽ രാഷ്ട്രതർക്കങ്ങൾക്കപ്പുറം രാജാക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങൾക്കപ്പുറം എന്നും മതസഹിഷ്ണുത പുലർന്നിട്ടുള്ള, അന്തിമ വിജയം എന്നും മതസഹിഷ്ണുതയ്ക്കൊപ്പം നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് യൂറോപ്പിലേതുപോലെ പുതിയ ഒരു രാഷ്ട്രീയ നവോത്ഥാനത്തിന് മതത്തെ തള്ളിപ്പറയേണ്ടി വന്ന ഒരു ഇടങ്ങേറ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യയിൽ മതങ്ങൾ എപ്പോഴും സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മതങ്ങൾ ഇവിടുത്തെ വ്യക്തികൾക്ക് ഒരു ചാനലായിരുന്നു പൊതുജീവിതത്തിലേക്ക് ഇടപെടാനുള്ള. ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രചരിച്ചപ്പോഴും അതിനു മുമ്പ് ഹിന്ദുമതത്തിൽ നിന്നും തന്നെ ഉയർന്നു വന്ന ബുദ്ധ ജൈന മതങ്ങൾ പ്രചരിച്ചപ്പോഴും പിന്നീട് ക്രിസ്തുമതം പ്രചരിച്ചപ്പോഴും തർക്കങ്ങളുണ്ടായി, സംഘർഷങ്ങളുണ്ടായി. പക്ഷേ
ഈ സംഘർഷങ്ങളോടൊപ്പം സഹകരണവും, മതാധിഷ്ഠിത സഹകരണവും, പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ സഹകരണവും ഇന്ത്യയിൽ പുലർന്നിട്ടുണ്ട്. അത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ വൻ ഭൂരിപക്ഷമുള്ള കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും ആഗ്രഹിക്കുമ്പോഴെല്ലാം, ആവശ്യപ്പെടുമ്പോഴെല്ലാം ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകൾക്ക് സമ്മേളനങ്ങൾ നടത്താൻ കഴിയുന്നത്. അത് മതേതരത്വത്തിന്റെ വലിയൊരു സിമ്പലാണ്. അപ്പോൾ ഇന്ത്യയുടെ മതേതരത്വം ബ്രിട്ടീഷുകാരുടെ സംഭാവനയല്ല, പടിഞ്ഞാറിന്റെ സംഭാവനയല്ല. ഇന്ത്യയിൽ നാം പുലർത്തിപ്പോന്ന മതസഹിഷ്ണുത, ഏറ്റക്കുറച്ചിലുകളോടുകൂടെ സമ്പൂർണ്ണ മതസഹിഷ്ണുതയുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് എനിക്ക് അവകാശവാദമില്ല. അങ്ങനെ പറയാൻ എന്നെ ചരിത്രം അനുവദിക്കുന്നുമില്ല. പക്ഷേ എന്നും ഏറ്റക്കുറച്ചിലോടുകൂടെ എങ്കിലും മതസഹിഷ്ണുത നിലനിന്നിട്ടുള്ള, മതസഹിഷ്ണുത ഒരിക്കലും മരിച്ചിട്ടില്ലാത്തൊരു നാടാണ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം പുതിയ ഒരു രാഷ്ട്രീയ ജനാധിപത്യം, ഒരു ഭരണക്രമം നമ്മൾ വികസിപ്പിച്ചെടുത്തപ്പോൾ അതിന് മതേതരത്വം എന്ന് പേരിട്ട് വിളിച്ചു എന്ന് മാത്രം. നമ്മുടെ പാരമ്പര്യം അതിനു മുമ്പ് തന്നെ ഇവിടെയുണ്ട്. ഇനി ഇന്ത്യ എന്തുകൊണ്ട് മതേതരമായി? സ്വാതന്ത്ര്യം ലബ്ധിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുരംഗത്ത് പരസ്യമായി, അക്രമാസക്തമായി, രക്തപങ്കിലുമായി പ്രകടിപ്പിക്കപ്പെട്ട ചില വർഗീയ ചേഷ്ടകളും അതുമൂലമുണ്ടായ ചില വർഗീയ ധ്രുവീകരണങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വളരെ നിർഭാഗ്യകരമായ വിഭജനത്തിലേക്ക്, മുസ്ലിങ്ങൾക്ക് ദോഷമായി ഭവിച്ച വിഭജനത്തിലേക്ക് വഴിവെച്ചു. അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മതന്യൂനപക്ഷമായ ഒരു ഇന്ത്യയിൽ, മതന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിനെ ഉറപ്പുവരുത്താനും വേണ്ടിയാണ് പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചപ്പോൾ മതന്യൂനപക്ഷങ്ങളുള്ള, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പേരെടുത്ത് വിഭജിക്കപ്പെട്ടതിന്റെ ബാക്കി പത്രമായി നിന്ന ഒരു ഇന്ത്യയിൽ, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാതെ ഒരു മതേതര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഭരണഘടനയുടെ 25 മുതൽ 30 വരെ വകുപ്പുകളിൽ മതാധിഷ്ഠിത സാംസ്കാരിക വിദ്യാഭ്യാസ അധികാരങ്ങളുടെ പേരിൽ മതാധിഷ്ഠിത അധികാരങ്ങൾക്ക്, മതമനുസരിച്ച് ജീവിക്കാനും, വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും മതമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യ, മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ട ഇന്ത്യ മതേതരത്വത്തിന് മാതൃകയാവുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ മതേതരമാകുന്നത്. ഇന്ത്യ മതേതരമാകുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. അടിസ്ഥാനപരമായി അതിന്റെ ഗുണം കിട്ടേണ്ടത് മുസ്ലിങ്ങൾക്കാണ്. അത് മനസ്സിലാക്കേണ്ടതും മുസ്ലിങ്ങളാണ്. ഇന്ന് ഇന്ത്യയുടെ മതേതര സാധ്യതകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളാണ് എന്ന് ഞാൻ പറയും. ഇന്ത്യയിൽ മതാധിഷ്ഠിതമായ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിയമയുദ്ധങ്ങൾ നടത്തിയത് ക്രിസ്ത്യാനികളാണ്. സുപ്രീം കോടതികളുടെയും ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളുടെയും രേഖകൾ പരിശോധിച്ചാൽ മതി. അങ്ങനെ ഇന്ത്യയുടെ മതേതരത്വം, മതേതര ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് മതേതര ഇന്ത്യയെ ഉൾക്കൊള്ളുന്നതിലും മതേതര ഇന്ത്യയിൽ നിന്ന് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിലും മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മതേതര ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദിമാർ ഇതിനു മുമ്പും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി ഒരു പുതിയ മുഖം എന്ന് മാത്രം. മതേതര ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ മതസഹിഷ്ണുതയും പരസ്പര ബഹുമാനവും ഇന്ന് ഒരു രാഷ്ട്രീയ മൂല്യമായി തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. അത് ഭരണകൂടം ജനങ്ങളോട് കാണിക്കേണ്ട ഒരു നിലപാട് മാത്രമാണ് മതേതരത്വം. ജനങ്ങൾ പരസ്പരം പുലർത്തേണ്ട ഒരു നിലപാടാണ് മതേതരത്വം എന്ന്
എന്നുള്ള ധാരണ ഇന്ന് സൗകര്യപൂർവം മതവിഭാഗങ്ങൾ മറന്നുകളയുകയാണ്. അതായത് മതേതരത്വം എന്നത് മനുഷ്യത്വത്തിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു മഹാ ആശയത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് മതേതരത്വം എന്ന് നമ്മൾ മറന്നുപോയിരിക്കുന്നു. നമ്മൾ സർക്കാരിന് മതേതരത്വം പോരാ എന്നേ പറയുന്നുള്ളൂ. അത് മതേതരത്വം ഇന്ത്യയിലൊരു സാമൂഹിക ശീലം ക്രമേണ അല്ലാതായി മാറുകയാണ്. ഇന്ന് മതവിഭാഗങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരാശയമായി മതേതരത്വം മാറിയിരിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേർ എന്നോട് യോജിക്കും എന്നറിയില്ല. പക്ഷേ ഇന്ന് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് മതേതരത്വത്തിന്റെ പേരിലാണ്. കാരണം മതേതരത്വത്തിന്റെ പേരിൽ ഏത് കള്ളനെയും കൊള്ളിവെപ്പുകാരനെയും പിന്തുണക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾ പോയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ കൽക്കട്ടയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ യൂത്ത് ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം സംഘടിപ്പിച്ച ഒരു ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ അഭിപ്രായപ്പെട്ട ഒരു കാര്യം ഓർമ്മ വരികയാണ്. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സംഘടിതമായി വോട്ട് ചെയ്ത് മറ്റുള്ളവരെ തോൽപ്പിച്ച് സ്വയം ജയിക്കാൻ മറന്നുപോയവരാണ്. നമ്മൾ ഇന്നും സംഘടിതമായി, ഇന്ന് മനോഹരമായ ഒരു പേരുണ്ട് അതിന്, വോട്ട് ബാങ്ക്. മുസ്ലിങ്ങളെ BJP കാണിച്ച് പേടിപ്പിച്ചാൽ അവരാർക്കും വോട്ട് ചെയ്യും. മുസ്ലിങ്ങളെ ഹിന്ദുത്വം പറഞ്ഞ് പേടിപ്പിച്ചാൽ അവരാർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യും. അത് ഗുണ്ടയാണെങ്കിലും, അത് തെമ്മാടിയാണെങ്കിലും, അത് അഴിമതിക്കാരനാണെങ്കിലും, അതൊരു കള്ളനാണെങ്കിലും അവർ വോട്ട് ചെയ്യും. മതേതരത്വം എന്നത് ഒരു തേനീച്ചക്കൂടാണ്, ഒരു തേനീച്ചക്കെണിയാണ്, ഹണി ട്രാപ്പ് ആണ് മുസ്ലിങ്ങൾക്ക്. മതേതരത്വത്തെക്കുറിച്ച് മുസ്ലിങ്ങളെ ഇത്ര മനോഹരമായി തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? ഇവിടെ മതേതരത്വത്തിന്റെ വക്താക്കളായി നടക്കുന്ന ആളുകളാണ്. അടിസ്ഥാനപരമായി മതത്തോട് കടപ്പാടും ബഹുമാനവും അംഗീകാരവും നൽകാൻ കഴിയാത്തവരാണ്. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിൽ മതേതരത്വത്തെക്കുറിച്ച് കൃത്യമായ ധാരണ കൊടുക്കുന്നതിൽ പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ പല സംഘടനകളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം അടിസ്ഥാനപരമായി മതേതരത്വം ഉൾക്കൊള്ളാത്തൊരു മതമാണ് എന്ന് പോലും അഭിപ്രായപ്പെട്ടവരുണ്ട്. അതായത് ഇസ്ലാമിന്റെ ആഗോള സ്വഭാവം ഇന്ത്യയിലെ ബഹുസ്വര യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ അനുവദിക്കുന്നില്ല എന്ന അപകടകരമായ നിലപാടെടുത്തവർ, മുസ്ലിങ്ങളെ സമുദായത്തിനകത്തും പുറത്തും തെറ്റിദ്ധരിപ്പിച്ചവർ മുസ്ലിങ്ങളുടെ മതേതരത്വ മനോഭാവം ദുർബലമാക്കിയിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഏറ്റവും നല്ല മതേതര നിലപാട് സൂക്ഷിക്കുന്ന മതമാണ് ഇസ്ലാം മതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരു മതത്തിന്റെ അടിസ്ഥാനപരമായ ടെക്സ്റ്റിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ഒരു സൂക്തമുണ്ടെങ്കിൽ ലോകത്ത് അതിനേക്കാൾ മനോഹരമായ ഒരു മതേതരത്വ പ്രഖ്യാപനം വേറെ ഏതാണ്? അത് മറ്റുള്ളവന്റെ മതത്തെ ബഹുമാനിച്ചുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് പറഞ്ഞ് ക്ഷണിക്കാനാണ് നമ്മുടെ ദൈവത്തിന്റെ മെത്തഡോളജി. ഇസ്ലാമിന്റെ ദൈവത്തിന്റെ രീതിശാസ്ത്രം മതേതര വിരുദ്ധമല്ല, അത് മതേതരത്വത്തിൽ അധിഷ്ഠിതമാണ്. മതേതരത്വത്തിൽ നിന്നുകൊണ്ട് സ്വന്തം മതത്തെ പരിചയപ്പെടുത്താനുള്ള അവകാശം ഉപയോഗിക്കാൻ മാത്രമേ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അത് മതേതരത്വത്തിന്റെ നിരാകരണമല്ല, മതേതരത്വത്തിന്റെ തിരസ്കരണമോ തമസ്കരണമോ അല്ല. ഇസ്ലാമിക പ്രബോധനം മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കലാണ്, ബഹുസ്വരതയെ അംഗീകരിക്കലാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നാസർ ഫൈസി സാഹിബ് ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം ബഹുസ്വര യാഥാർത്ഥ്യം, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ പുലർത്താൻ കഴിയില്ല എന്ന് പറയുന്ന മിഥ്യയെ അദ്ദേഹം വളരെ യുക്തിസഹമായും കൃത്യമായും തകർത്തു. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിന് നിൽക്കാൻ കഴിയില്ലെങ്കിൽ, ഇസ്ലാമിന് പുലരാൻ കഴിയില്ലെങ്കിൽ ഇവിടെ സമസ്ത വളരുമായിരുന്നോ? അപ്പോ സമസ്തയുടെ വളർച്ച തന്നെ, സമസ്തയുടെ നിലനിൽപ്പ് തന്നെ മതേതരത്വത്തിന്റെ
അടയാളമാണ്. അങ്ങനെ മതേതരത്വത്തിന്റെ അടയാളമായി മാറിയ ഒരു വേദിയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നാം വളരെ സൗകര്യപൂർവ്വം നരേന്ദ്രമോദിയുടെ വരവിനെ കുറിച്ച്, നരേന്ദ്രമോദിയെ പലരും ഇവിടെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ മനസ്സിൽ. നരേന്ദ്രമോദി വരും എന്ന് കരുതി കേരളത്തിൽ പോലുമുള്ള പല തീവ്ര മുസ്ലിം സമുദായ സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള, ആ പേര് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബനു ഇസ്രായേലികൾ കാണിച്ചതിനേക്കാൾ വലിയ നന്ദികേടാണ് ഞാൻ ഈ പരാമർശിച്ച സംഘടന മുസ്ലിം കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കാണിക്കുന്നു എന്ന് പറയുന്ന അതായത് ഈ ഡിഫൻസ്, പ്രതിരോധം, തിരിച്ചടി. പണ്ടൊരിക്കൽ ഒരു NDF സഹോദരനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് ഞാൻ പണ്ട് ദാറുൽ പറഞ്ഞൊരു കാര്യമായത്. അത് ആ സുഹൃത്തിനോട് സംസാരിച്ചപ്പോഴാണ് ഖുർആനിൽ യുദ്ധത്തെക്കുറിച്ച് ഇത്രയും ആയത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാം വളരെ കൃത്യമായി എല്ലാ യുദ്ധത്തെക്കുറിച്ചും തിരിച്ചടിയെക്കുറിച്ചും പറയുന്ന ആയത്തുകൾ വളരെ കൃത്യമായി എഡിറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുകയാണ്, നല്ല ഓർഡറിൽ. അപ്പൊ ഖുർആൻ ഓതിയാ പിന്നെ എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങിക്കൊള്ളുമല്ലോ. അപ്പൊ എന്തിനെങ്കിലും ഇത്തരം സംഘടനയോട് മൃദുവായ ഒരു മനോഭാവമോ സമീപനോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിശ്വാസപരവും ആദർശപരവുമായ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ കടന്നുകൂടിയ നിഫാക്കിന്, കാപട്യത്തെ തിരിച്ചറിയുക, ആ നന്ദികേടിന് രക്ഷപ്പെടുക. സത്യത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം ജീവിതത്തിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണത്. ഇന്ത്യയിൽ ഇരട്ടനീതിയുണ്ട്, ഇന്ത്യയിൽ തെറ്റിദ്ധാരണയുണ്ട്. ഏത് ഒരു തീവ്രവാദി ആക്രമണം എന്ന് പറയപ്പെടുന്ന ആക്രമണം നടന്നാലും, വിധ്വംസക പ്രവർത്തനം നടന്നാലും ആദ്യത്തെ സംശയ കണ്ണുകൾ നീളുന്നത് അഭ്യസ്തവിദ്യരായ മുസ്ലിങ്ങളിലേക്കാണ്. അതിനെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ അതിനെ നേരിടേണ്ടത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നിലവിലുള്ള സാധ്യതകളെ ഉപയോഗിച്ചല്ല. മുസ്ലിങ്ങളെക്കാൾ സന്നാഹവും സജ്ജീകരണവുമുള്ള ക്രിസ്തീയ സമൂഹം ഇന്ത്യയിൽ പ്രശ്നങ്ങൾ നേരിടാത്തത് എന്തുകൊണ്ടാണ്? ണ്ടോ കേരളത്തിൽ ക്രിസ്തീയ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളും വെല്ലുവിളികൾ നേരിടുന്നത് മുസ്ലിം ലീഗാണ്. എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം ഇന്ത്യയിലെ ബഹുസ്വര യാഥാർത്ഥ്യങ്ങളുമായി മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ പൊരുത്തപ്പെടാൻ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നൈയാമികവും ഭരണഘടനാപരവുമായ സാഹചര്യങ്ങൾ, സാധ്യതകൾ, അവസരങ്ങൾ, ഇടവഴികൾ മുതലെടുക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും അത് കൃത്യമായും അവസരോചിതമായും ഉപയോഗിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതവരുടെ മിടുക്കാണ്. അതിൽ അവരോട് വെറുപ്പോ അവരോട് അസൂയോ വിചാരിച്ചിട്ട് കാര്യമില്ല. സത്യത്തിൽ ഇവിടെ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം മതവിശ്വാസികളെക്കാൾ കൂടുതൽ ഹിന്ദുത്വവാദികൾക്ക്, RSSകാർക്ക് അസഹിഷ്ണുതയും സഹിക്കാൻ ബുദ്ധിമുട്ടും കൂടുതലുള്ളത് ക്രിസ്തീയ വിഭാഗത്തെയാണ്. പക്ഷേ ചരിത്രത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇതിൽ അവിടെ മുസ്ലിങ്ങളുടെ പ്രതിരോധ സംവിധാനം ദുർബലമായതുകൊണ്ടാണ്. അതായത് നാം തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മെ നേർവഴിക്ക് നയിക്കുന്നവരെക്കാൾ കൂടുതൽ നമുക്കിഷ്ടം നമുക്ക് ആവേശം തരുന്നവരെയാണ്. അസഹിഷ്ണുതയും അമിതാവേശവും നമ്മുടെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. അസഹിഷ്ണുതയും അമിതാവേശവും യുക്തിസഹമായ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നു. ഒരു സൽമാൻ റുഷ്ദിയുടെ പേര് പറഞ്ഞ്, ഒരു തസ്ലീമ നസ്രിന്റെ പേര് പറഞ്ഞ്, ഒരു കാർട്ടൂണിന്റെ പേര് പറഞ്ഞ്, ഒരു ബാബരിയുടെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ വളരെ സത്യത്തിൽ നമ്മുടെ ഈമാനിനോടും ഇസ്ലാമിനോടുമുള്ള നമ്മുടെ ആ ഒരു അർപ്പണ മനോഭാവത്തെ ഒരു ശക്തി എന്നതിന് പകരം ഒരു ദൗർബല്യമായാണ് നമ്മൾ കാണുന്നത്. ഈമാൻ നമ്മുടെ ശക്തിയാണോ വീക്ക്നെസ് ആണോ? ഇത് നമ്മൾ നേരിടേണ്ട ചോദ്യമാണ്. ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിനിറങ്ങുന്ന പലരും, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് പോർക്കളത്തിലിറങ്ങുന്ന പലരും, ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് വ്യക്തിപരമായ സംഭാഷണത്തിൽ എന്നോട് അഭിപ്രായപ്പെട്ടതുപോലെ ഹൃദയം നിറയെ ഈമാനും വയറു നിറയെ കള്ളുമായി ഇറങ്ങുന്നവരാണ്.
ഇത് മതേതര ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ദുർബലപ്പെടുത്തുന്നു. ഇത് മതേതര ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ഇരട്ട നീതിക്ക് വിധേയരാകുന്നു. ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാര് അന്യായമായ തടങ്കലുകളിൽ ഒരുപാട് വർഷം കഴിയുന്നു, ഇന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള നിയമ പ്രതിരോധം തീർക്കാൻ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ലോകത്ത് ഇത്രത്തോളം അനുകൂലമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സംവിധാനം വേറൊരു രാജ്യത്തും മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഉറപ്പ്. ഏത് ബഹുസ്വര സമൂഹത്തിന്റെയും ചരിത്രം നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്തോനേഷ്യ, മലേഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, എന്തിനേറെ പറയുന്നു, ഇസ്ലാമിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട പാകിസ്ഥാനിൽ പോലും സ്വന്തം വീട്ടിൽ കിടപ്പറയിൽ മുസ്ലിമായ ആണും പെണ്ണും സുരക്ഷിതയല്ല. ഇത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സംവിധാനം ഇന്ത്യയിലുണ്ടായത് ഇന്ത്യയിലെ മതേതര മനോഭാവമാണ്. ചരിത്രപരമായി അപ്പോൾ ഇവിടെ വരുന്നത്, നമ്മൾ ഇനി എന്റെ അവതരണത്തിന്റെ അവസാന ഇതിലേക്ക് ഞാൻ കടക്കുകയാണ്. മതേതരത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ബെഞ്ച് മാർക്കുകൾ മാറ്റണം. ഒരാൾ മതേതരവാദിയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അയാൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ BJP-യെയോ RSS-നെയോ നരേന്ദ്രമോദിയെയോ എതിർക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. ഒരാള് മതേതരവാദി ആകുന്നത് എന്തിനും ഏതിനും അയാൾ മുസ്ലിം സമുദായത്തെ പിന്തുണയ്ക്കുമ്പോഴല്ല. ഒരാള് മതേതരവാദിയാകുന്നത് അദ്ദേഹം ഹിന്ദുക്കളെ എതിർക്കുമ്പോഴല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മതേതരത്വം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായ ഒരു ശീലമാണ്, ഒരു മനോഭാവമാണ്. അത് വെറും ഒരു രാഷ്ട്രീയ മൂല്യമോ ഭരണഘടനാപരമായ ഒരു റിക്വയർമെന്റോ മാത്രമല്ല. അതല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് മാത്രമല്ല. അതിനപ്പുറം ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും പുലരേണ്ട ഒരു മനോഭാവമാണ് മതേതരത്വം. അത് നമ്മുടെ ഉള്ളിലില്ലാതെ, നമ്മുടെ ഉള്ളിൽ ആ മതേതര മനോഭാവം, പ്രത്യേകിച്ച് മുസ്ലിമിന്റെ ബാധ്യതയാണ് മതേതരത്വം. 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലറിസം എന്ന വാക്ക് എഴുതി ചേർക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമിന്റെ ഭരണഘടനയിൽ, അവന്റെ ജീവിത സംഹിതയിൽ എഴുതി ചേർത്ത ഒരു വാക്കാണ് മതേതരത്വം. മതസഹിഷ്ണുതയിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ മതേതരത്വം. മതേതരത്വം ഒരു കോംപ്ലക്സ് അല്ല. മതേതരത്വം ഒരു ഇൻസെക്യൂരിറ്റി അല്ല. അതുകൂടെ പറയാം. നമ്മുടെ കേരളത്തിലെ നമ്മുടെ അഭ്യസ്ത വിദ്യരുടെ കൂട്ടത്തിൽ പലരും ഞാനൊരു മതേതര മുസ്ലിമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, മതേതര മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു മുസ്ലിമിനെ കുറിച്ച് എനിക്ക് അറിയില്ല. കാരണം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മതി. ഒരു മുസ്ലിം ഒരു മതേതര മുസ്ലിം അല്ലെങ്കിൽ അയാൾ മുസ്ലിമേ അല്ല. അപ്പോൾ 5 നേരം നിസ്കരിക്കാതിരിക്കാനുള്ള ലൈസൻസ് അല്ല മതേതരത്വം. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാതിരിക്കാനുള്ള ലൈസൻസ് അല്ല മതേതരത്വം. ഇടക്കിടക്ക് കള്ളു കുടിക്കാനുള്ള ലൈസൻസ് അല്ല മതേതരത്വം. ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു ഇതര മതസ്ഥന്റെ മുമ്പിൽ ക്രെഡിറ്റ് നേടാനുള്ള, ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നേടാനുള്ള ഷോർട്ട് കട്ട് അല്ല മതേതരത്വം. അത് മുസ്ലിം സമുദായത്തിലെ പുതിയ ചെറുപ്പക്കാർ മനസ്സിലാക്കുക. ഇവിടെ ആരും അങ്ങനെ ഇല്ലെന്ന് എനിക്കറിയാം. മതത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളലോ മതത്തെ തള്ളിപ്പറയലോ അല്ല മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ മതവിശ്വാസമാണ്. ഇതര മതങ്ങളെ അംഗീകരിച്ച് അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ച് സ്വന്തം മതത്തെ ആത്മവിശ്വാസത്തോടുകൂടെ, അമിതാവേശത്തോടുകൂടെയല്ല, ആത്മവിശ്വാസത്തോടുകൂടെ അവന്റെ മുമ്പിൽ ജീവിച്ച് പരിചയപ്പെടുത്താനുള്ള ഒരു രീതിയാണ് മതേതരത്വം. ഒരു ശീലവും മനോഭാവവുമാണ് മതേതരത്വം. മതേതരത്വത്തിന്റെ സാധ്യത, മതേതരത്വത്തിന്റെ അപകടം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദിയുടെ വരവിനും പോക്കിനും അപ്പുറമാണ്. മതേതരത്വം ഇന്ത്യയിൽ അപകടത്തിലായിട്ട് ഒരുപാട് കാലമായി.
കാരണം ഇന്ന് ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് ചുരുങ്ങിയ പക്ഷം ഇന്ത്യയുടെ രാഷ്ട്രീയ സമൂഹത്തിൽ ഒരു തികഞ്ഞ രാഷ്ട്രീയ ആശയം മാത്രമാണ്. അത് ഒരു എന്താണ് പറയുക, ഒരു ഓപ്പർച്യൂണിസം, അവസരവാദത്തിന് വേണ്ടി മതേതരത്വം എന്ന് പറഞ്ഞ മഹനീയമായ ഒരു സാമൂഹിക ആശയത്തെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ഇന്ന് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ മുസ്ലിങ്ങളാണ്. മതേതരത്വത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു. ഒരേ സമയത്ത് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് നാളെ ഈ വേദിയിൽ വരാനുള്ള മനുഷ്യനാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ട്. അതായത്, ഞാനൊരു മതേതരവാദിയാണ് എന്ന് നെറ്റിയിൽ എഴുതി വെച്ച് നടക്കുന്ന പലരും ഇവിടെയുണ്ട്. അവർക്ക് ഇസ്ലാം മതത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു ലൈസൻസാണ്. 5 നേരം നിസ്കരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള ലൈസൻസാണ്. നോമ്പ് ഇടക്കിടക്ക് മുക്കാനുള്ള ഒരു ലൈസൻസാണ്. അപ്പൊ ഈ ഇസ്ലാമിന്റെ ആശയങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് മതത്തെ തള്ളിപ്പറയലോ മതത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളലോ അല്ല. മതേതരത്വം എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മാത്രമല്ല, അത് ജനങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനത്തിലും സഹിഷ്ണുതയിലും അടിസ്ഥാനത്തിൽ പുലരേണ്ട ഒരു മനോഭാവമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.